ബി.ജെ.പിയിലേക്ക് എന്ന അഭ്യൂഹം ശക്തമാക്കി ദേവികുളം മുൻ എം.എൽ.എ. എസ്. രാജേന്ദ്രൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. പ്രകാശ് ജാവ്ദേക്കറിന്റെ ഡൽഹിയിലെ വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനമാണെന്നും ബി.ജെ.പിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എസ്. രാജേന്ദ്രൻ 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. LDFന്റെ ദേവികുളം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് രണ്ടാം നാളാണ് എസ്. രാജേന്ദ്രൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറിന്റെ ഡൽഹിയിലെ വസതിയിലെത്തിയുള്ള കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടു. CPIM നേതൃത്വവുമായുള്ള ഭിന്നത തുടരുന്നതിനിടെ അംഗത്വം പുതുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് രാജേന്ദ്രൻ ഡൽഹിയിലെത്തിയത്. പ്ലാന്റേഷൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എസ്. രാജേന്ദ്രൻ 24നോട്. അല്ല, അത് മൈഗ്രേറ്റഡ് ഇഷ്യൂവായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പ്ലാന്റേഷനും മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ ഉടനീളം കിടക്കുന്ന ഒരു പ്രശ്നമാണത്. അത് ഇവിടെ കമ്മീഷനിലുണ്ടായിരുന്നു. ആ കേസ് നടത്തി. അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേസുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വക്കീൽ നമുക്ക് കുറച്ച് ലിബറൽ ഉണ്ടാവണം. CPM സംസ്ഥാന നേതൃത്വവുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ നിസ്സഹരണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ജില്ലാ നേതൃത്വവുമായി ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ടെന്ന് രാജേന്ദ്രൻ വ്യക്തമാക്കി. ഞങ്ങൾ തമ്മിൽ പാർട്ടിക്കകത്ത് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. പറഞ്ഞു തീർക്കട്ടെ, അന്നേരം പുതുപ്പിക്കും, മാത്രമേ ഉള്ളൂ. പുതുക്കണമെന്നല്ലേ നേതാക്കൾ പറയും. ഞാൻ പുതുക്കുന്നില്ലല്ലോ, പുതുക്കിയിട്ടില്ലല്ലോ. എസ്. രാജേന്ദ്രനെ BJPയിലെത്തിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഡൽഹിയിലെത്തിയ കെ. സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ 2 ദിവസത്തിനകം പ്രവേശനം ഉണ്ടാകുമെന്നാണ് BJP നേതൃത്വം നൽകുന്ന സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിലെ അതൃപ്തരായ നേതാക്കളെ പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കം സജീവമാക്കുകയാണ് BJP. ഡൽഹിയിൽ നിന്ന് ജിതേന്ദ്രനോടൊപ്പം നിതിൻ അംബുജൻ, 24. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ പലരും പാർട്ടി മാറുന്നത് പതിവാണെന്ന് പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ. കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുന്നത് CPIM ആഘോഷിക്കുന്നു. അവിടെ നിന്നും ആളുകൾ പോകുമെന്നോർത്താൽ നല്ലത്. ദേവികുളം മുൻ എം.എൽ.എ. എസ്. രാജേന്ദ്രൻ പാർട്ടി വിട്ട ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും പ്രതിപക്ഷ നേതാവ്. ഒരാൾ കോൺഗ്രസ് വിട്ട് 1-2 പേർ പാർട്ടി വിട്ടു പോയി എന്നുള്ളത് അവരാഘോഷിക്കുന്നില്ല. ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ആരാ? ആഘോഷിക്കുന്നത് കേരളത്തിലെ CPM ആണ്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അപ്പൊ അവരെയും വിട്ട് ആളുകൾ പോവും. വിശ്വനാഥ മേനോനും അൽഫോൺസ് കണ്ണന്താനും പോയപ്പോൾ പിണറായി വിജയൻ ഇത് പറഞ്ഞില്ലല്ലോ. BJPയെ സന്തോഷിപ്പിക്കുക, BJPയെ സുഖിപ്പിക്കുക, BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക, BJPക്കാരുടെ അപ്രീതിക്ക് പാത്രമാകാതിരിക്കുക, ഇതും മാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സ്. എസ്. രാജേന്ദ്രൻ BJPയിലേക്ക് പോകുമെന്ന് കരുതുന്നില്ലെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പലതും കാണേണ്ടി വരും. എസ്. രാജേന്ദ്രൻ ഏതുവരെ പോകുമെന്ന് നോക്കട്ടെയെന്നും തോമസ് ഐസക് പ്രതികരിച്ചു. BJPക്ക് മുനിസിപ്പാലിറ്റി സ്ഥാനം അത് പാടെ മാറാൻ പോയി. ഇല്ല, വരട്ടെ, എന്താ ചെയ്യണമെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നതെന്നുള്ളത് തോന്നുന്നില്ല. തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവ് കൂടി BJPയിലേക്ക്. തിരുവനന്തപുരം നഗരസഭാ മുൻ പ്രതിപക്ഷ നേതാവും KPCC എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന മഹേശ്വരൻ നായരാണ് BJPയിൽ ചേർന്നത്. കെ. കരുണാകരന്റെ വിശ്വസ്തനായിരുന്നു. കോൺഗ്രസിൽ കൈപ്പേറിയ അനുഭവം ഉണ്ടായിട്ടില്ലെന്നും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് അകന്നത് എന്നും മഹേശ്വരൻ നായർ പറഞ്ഞു. ഉപാധികൾ ഇല്ലാതെയാണ് BJP പ്രവേശമെന്നും മഹേശ്വരൻ നായർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ചൂടിൽ രാജ്യം. 24 election powered by Asset responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടത്തിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 21 സംസ്ഥാനങ്ങളിലെ 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. കോൺഗ്രസും BJPയും 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിച്ചേക്കും. 7 ഘട്ടങ്ങളിലായാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ടത്തിലെ 102 മണ്ഡലങ്ങളിലേക്കുള്ള വിജ്ഞാപനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. പിന്നാലെ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങി. BJPയുടെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. നാളെ പ്രധാനമന്ത്രി ഭൂട്ടാൻ സന്ദർശനം തുടങ്ങാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടികൾ വേഗത്തിലാക്കിയത്. പ്രവാചക നിന്ദാ പരാമർശത്തിന് നടപടി നേരിട്ട നൂപുർ ശർമ്മയെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ മത്സരിപ്പിക്കുമെന്നാണ് സൂചന. വരുൺ ഗാന്ധിക്ക് സിറ്റിംഗ് സീറ്റായ പിലിഭത്തിൽ ഇക്കുറി സീറ്റ് നൽകിയേക്കില്ല. സുൽത്താൻപൂരിൽ മേനകാ ഗാന്ധിക്ക് BJP വീണ്ടും സീറ്റ് നൽകുമെന്നാണ് വിവരം. മേനകാ ഗാന്ധിയുമായുള്ള ഭിന്നത അവസാനിപ്പിച്ചതായി ഉത്തർപ്രദേശ് ഘടകം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് തീരുമാനം. 24 ഡൽഹി.
കോൺഗ്രസിന്റെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനുണ്ടാകും. 50 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. പശ്ചിമബംഗാളിൽ കോൺഗ്രസും CPIഎമ്മും ധാരണയിലെത്തി. പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേതാക്കളുടെ പാർട്ടി മാറ്റം തുടരുകയാണ്. പശ്ചിമബംഗാൾ, രാജസ്ഥാൻ, കർണാടക സംസ്ഥാനങ്ങളിലെ 50 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിക്കുക. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശിൽ മത്സരിക്കുമോ എന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയേക്കും. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇന്ന് തന്നെ നിശ്ചയിക്കും. പശ്ചിമബംഗാളിൽ കോൺഗ്രസും ഇടതു പാർട്ടികളും സീറ്റ് ധാരണയിലെത്തി. കോൺഗ്രസിന് 12 സീറ്റ് നൽകി. ഇടതു പാർട്ടികൾ 24 സീറ്റുകളിൽ മത്സരിക്കും. ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ടിന് 6 സീറ്റ് നൽകും. പുരുലിയ സീറ്റിൽ കോൺഗ്രസും ഫോർവേഡ് ബ്ലോക്കും തമ്മിൽ തർക്കം തുടരുകയാണ്. ബാസിർഘട്ട് സീറ്റിൽ CPIഎമ്മും CPIയും ധാരണയിലെത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നേതാക്കളുടെ കൂറുമാറ്റം തുടരുകയാണ്. BSP നേതാവായിരുന്ന ഡാനിഷ് അലി കോൺഗ്രസിൽ ചേർന്നു. ഒഡീഷയിൽ കോൺഗ്രസ് വിട്ട MLA അധിരാജ് മോഹൻ ബിജു ജനതാദൾ ചേർന്നേക്കുമെന്നാണ് സൂചന. ജാർഖണ്ഡിൽ MLA ജയപ്രകാശ് ഭായ് പട്ടേൽ കോൺഗ്രസിൽ ചേർന്നത് BJPക്ക് തിരിച്ചടിയായി. സംസ്ഥാനത്ത് ലോക്സഭാ സീറ്റ് വിഭജനത്തിൽ ഇന്ത്യ മുന്നണിയിൽ ധാരണയായി. കോൺഗ്രസ് 7 സീറ്റിലും ജാർഖണ്ഡ് മുക്തിമോർച്ച 5 സീറ്റിലും മത്സരിക്കും. ബീഹാറിൽ പപ്പു യാദവിന്റെ ജൻ അധികാർ പാർട്ടി കോൺഗ്രസിൽ ലയിച്ചു. 24 ഡൽഹി. തമിഴ്നാട്ടിൽ മത്സരിക്കുന്ന 21 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് DMK. അണ്ണാ DMK 16 സീറ്റുകളിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പുറത്തുവിട്ടു. ഗവർണർമാരെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയോടെ ആകും എന്നതുൾപ്പെടെ പ്രധാന വാഗ്ദാനങ്ങളുമായി DMK പ്രകടന പത്രിക പുറത്തിറക്കി. DMKയുടെ 21 സ്ഥാനാർത്ഥികളിൽ 11 പേർ പുതുമുഖങ്ങളാണ്. കനിമൊഴി തൂത്തുക്കുടിയിൽ നിന്നും, A രാജ നീലഗിരിയിൽ നിന്നും, ദയാനിധി മാരൻ സെൻട്രൽ ചെന്നൈയിൽ നിന്നും, TR ബാലു ശ്രീപെരുമ്പത്തൂരിൽ നിന്നും മത്സരിക്കും. കഴിഞ്ഞ തവണ 20 സീറ്റുകളിലാണ് DMK മത്സരിച്ചത്. 64 പേജുള്ള പ്രകടന പത്രികയും DMK പുറത്തിറക്കി. ഗവർണർമാരുടെ നിയമനം സംസ്ഥാനങ്ങളുടെ അനുമതിയോടെയാക്കുമെന്നതാണ് പ്രധാന പ്രഖ്യാപനം. സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്ര പദവി, CAA, ഏക സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, നീറ്റ് പരീക്ഷ എന്നിവ റദ്ദാക്കും എന്നിവയാണ് മറ്റ് പ്രധാന വാഗ്ദാനങ്ങൾ. അണ്ണാ DMK ആദ്യഘട്ട പട്ടികയിൽ 16 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇതിൽ 14 പേരും പുതുമുഖങ്ങളാണ്. വിജയകാന്തിന്റെ DMDK അണ്ണാ DMK മുന്നണിയിലെത്തി. 5 സീറ്റുകളാണ് ഇവർക്ക് നൽകിയത്. SDPI, പുതിയ തമിഴകം കക്ഷി എന്നിവർക്ക് ഓരോ സീറ്റുകളും നൽകിയിട്ടുണ്ട്. 24 ചെന്നൈ. സുരേഷ് ഗോപിക്ക് എപ്പോൾ വേണമെങ്കിലും തന്റെ വീട്ടിൽ വരാമെന്ന് കലാമണ്ഡലം ഗോപി. സ്നേഹബന്ധവും രാഷ്ട്രീയവും രണ്ടാണെന്നും നിലപാട് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാൻ സമ്മർദ്ദമുണ്ടെന്ന് കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു വെളിപ്പെടുത്തിയത് വിവാദമായിരുന്നു. പത്മഭൂഷൺ വേണ്ടേ എന്ന് അടുത്ത ബന്ധമുള്ള ഡോക്ടർ ചോദിച്ചതാണ് മകനെ പ്രകോപിപ്പിച്ചതെന്ന് കലാമണ്ഡലം ഗോപി വിശദീകരിച്ചു. സുരേഷ് ഗോപിയുമായി ഏറെക്കാലത്തെ ബന്ധമുണ്ടെന്നും സുരേഷ് ഗോപിക്ക് തന്റെ വീട്ടിലേക്ക് വരാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്നും കലാമണ്ഡലം ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു. പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിവാദത്തിന്റെ സാഹചര്യം വിശദീകരിച്ചു. ഇങ്ങനെ സുരേഷ് ഗോപി വരും, ഒന്ന് അനുഗ്രഹിക്കണം, ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ, അപ്പോൾ ഒന്ന് അനുഗ്രഹിച്ച് വിടുമോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പത്മഭൂഷൺ കിട്ടാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അനുഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചിട്ട് എനിക്ക് പത്മഭൂഷൺ കിട്ടും വേണ്ട. സുരേഷ് ഗോപിയോട് പത്മപുരസ്കാരത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഒന്നും ചെയ്യാനാകില്ലെന്നാണ് അന്ന് സുരേഷ് ഗോപി അറിയിച്ചതെന്നും കലാമണ്ഡലം ഗോപി. എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ചെയ്യോ, പത്മ അവാർഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുമോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചത് ശരിയാ, ഞാൻ നേരിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, അതിന് മറ്റു പലരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ, ഞാൻ എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും കാര്യമില്ല, നടക്കില്ല. ഫോണിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം വിവാദമാക്കിയതിന് പിന്നിൽ സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. സുരേഷ് ഗോപിക്ക് മറ്റുള്ളവരുടെ വാക്കുകേട്ട് പ്രതികരിക്കാതെ തന്നെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാമായിരുന്നുവെന്നും കലാമണ്ഡലം ഗോപി. സ്നേഹബന്ധം രാഷ്ട്രീയമായി ഉപയോഗിക്കേണ്ടെന്നാണ് നിലപാടെന്നും വ്യക്തമാക്കി. ഇങ്ങനൊരു ദുഷ്പ്രചരണം ആൾക്കാർ സുരേഷ് ഗോപിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു വാക്ക് പറയേണ്ടി വന്നത്. അത് കേട്ടപ്പോൾ എനിക്കും വിഷമായി. താൻ ഇടതുപക്ഷമാണെന്നും സൗഹൃദവും രാഷ്ട്രീയവും രണ്ടും രണ്ടായി കാണണമെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു. സുരേഷ് ഗോപിക്ക് വേണ്ടി ചിലർ കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന വെളിപ്പെടുത്തൽ BJPയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ആരും കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ ഗോപി ആശാനെ നേരിട്ട് കാണുമെന്നാണ് സുരേഷ് ഗോപി അന്ന് പ്രതികരിച്ചത്. 24 തൃശൂർ.
രാജീവ് ചന്ദ്രശേഖറുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നു എന്ന് ആരോപിച്ച ഇ.പി. ജയരാജന് മറുപടിയുമായി വി.ഡി. സതീശൻ. തന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് വി.ഡി. സതീശൻ അവകാശപ്പെട്ടു. കോൺഗ്രസ് ശ്രമിക്കുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് തട്ടാനാണെന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. വൈദേഹം നിരാമയ വിവാദത്തിൽ തിരികൊളുത്തിയ പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചായിരുന്നു ഇ.പി. ജയരാജന്റെ ഇന്നത്തെ പ്രതികരണം. വൈദേഹം നിരാമയ ബന്ധം അവരോട് തന്നെ ചോദിക്കണം. വിവാദത്തിൽ പെടാനാവാത്തതിനാൽ ഭാര്യ പി കെ ഇന്ദിരയ്ക്ക് വൈദേഹത്തിലുള്ള ഓഹരികൾ കൈമാറും. ത്രിപുരയിലെ BJP എംപിയും രാജീവ് ചന്ദ്രശേഖരനും ഇരിക്കുന്ന ചിത്രത്തിൽ തന്റെ ഭാര്യയുടെ തല വെട്ടിച്ചേർത്തതിന് പിന്നിൽ വി.ഡി. സതീശനാണെന്നും ആരോപണം. എൻ്റെ ഭാര്യയുടെ തല വെട്ടി സ്വപ്ന സുരേഷിൻ്റെ തല സ്ഥാപിച്ച് ഈ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് എൻ്റെ ഭാര്യ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നാലെ ഇ.പി. ജയരാജനെതിരെ നിലപാട് ഘടിപ്പിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രംഗത്തെത്തി. ബിസിനസ് ബന്ധമുണ്ടെന്ന് ഉറപ്പിക്കുന്ന തെളിവുകൾ തന്റെ പക്കലുണ്ട്. CPM നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും വി.ഡി. സതീശൻ. വൈദേകം റിസോർട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഷെയറുണ്ട്, കുടുംബത്തിന് ഷെയറുണ്ട്. അവർ തമ്മിലുള്ള ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലുണ്ട് ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ. CPMന്റെ സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ലേ? കേന്ദ്ര കമ്മിറ്റി അറിഞ്ഞില്ലേ ഇത്തരം വ്യവസായങ്ങൾ നടത്തുന്നത്, ഇത്തരം ബിസിനസ് നടത്തുന്നത്? ഇ.പി. ജയരാജനുമായി ബിസിനസ് ഡീലിൽ നിന്ന് ആവർത്തിച്ച രാജീവ് ചന്ദ്രശേഖർ മടിയന്മാരായ രാഷ്ട്രീയക്കാരുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ പോകാൻ താല്പര്യമില്ലെന്നും പ്രതികരിച്ചു. E.P. ജയരാജൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വൈഫിന്റെ ആരോ ഒരു ബിസിനസ് ഡീലുണ്ടെങ്കിൽ അത് കോൺഗ്രസും അല്ല BJPയും CPMന്റെ എഗ്രിമെന്റ് ആണോ? ഇ.പി. ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിരയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ വളപട്ടണം പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം DCC അംഗം ജോസഫ് ഡിക്രൂസിനെതിരെയാണ് കേസ്. വ്യാജരേഖ ചമക്കൽ, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തമിഴ്നാടിനും കേരളത്തിനുമെതിരായ വിദ്വേഷ പരാമർശത്തിൽ കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജയ്ക്ക് വ്യാപക വിമർശനം. കേരളത്തിന് എതിരായ പരാമർശം പിൻവലിക്കാതെ തമിഴ്നാടിനോട് മാത്രം മാപ്പ് പറഞ്ഞെങ്കിലും വിവാദം അവസാനിച്ചില്ല. BJP വിദ്വേഷം പരത്തുകയാണെന്ന് കോൺഗ്രസും CPIയും ആരോപിച്ചു. ശോഭ കരന്തലജയ്ക്കെതിരെ തമിഴ്നാട് പോലീസ് കേസെടുത്തു. കേരളത്തിൽ നിന്നുള്ള ആളുകൾ കർണാടകയിലെത്തി ആസിഡാക്രമണം നടത്തുന്നുവെന്നും തമിഴ്നാട്ടുകാർ കർണാടകയിൽ സ്ഫോടനം നടത്തുന്നുവെന്നുമാണ് ശോഭ കരന്തലജെ ആരോപിച്ചത്. പ്രസ്താവന വിവാദമായതോടെ തമിഴ് ജനതയോട് മാപ്പ് ചോദിക്കുന്നതായി ശോഭ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ രൂക്ഷ വിമർശനത്തോടുകൂടിയായിരുന്നു കുറിപ്പ്. കേരളത്തിനെതിരായ പരാമർശം പിൻവലിക്കാൻ തയ്യാറായതുമില്ല. ശോഭ കരന്തലജെ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. പ്രസ്താവന തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. കേന്ദ്ര സഹമന്ത്രിക്കെതിരെ രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. വർഗീയ പ്രചരണങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഇങ്ങനെയുള്ള പരാമർശങ്ങൾക്കെതിരെ നോട്ടീസ് അയക്കേണ്ടതാണ്. കേരള മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഇതുപോലെ ചെയ്യുന്നുണ്ട്. ആളുകളെ പോളറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ വിദ്വേഷത്തിന് ശ്രമിച്ചെന്നാരോപിച്ച ശോഭ കരന്തലജയ്ക്കെതിരെ DMK തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. മധുര സ്വദേശി ത്യാഗരാജന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് മധുര സിറ്റി സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24. പ്രൈം ന്യൂസിലേക്ക് തിരികെ. വിഴിഞ്ഞം അപകടത്തിൽ അന്വേഷണത്തിന് ഉത്തരവ്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് അമിത ഭാരം കയറ്റിപ്പോയ ലോറിയിൽ നിന്ന് കരിങ്കല്ല് വീണ് മരിച്ച അനന്തുവിന് നാടിന്റെ വിട. മുക്കോലയിലെ വീട്ടിലും നെയ്യാറ്റിൻകരയിലെ കോളേജിലും നൂറുകണക്കിന് ആളുകളാണ് അനന്തുവിന് അന്തിമോപചാരം അർപ്പിച്ചത്. സംഭവത്തിൽ അന്വേഷണത്തിന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉത്തരവിട്ടു. വിഴിഞ്ഞം തുറമുഖ കവാടത്തിന് മുന്നിൽ ഇന്നും പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഇന്നലെ മുക്കോലയിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് ഇറങ്ങിയതാണ് BDS 4ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന അനന്തു. കോളേജിലെത്തിയത് ചേതനയേറ്റ്. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കോളേജിൽ സഹപാഠികളും അധ്യാപകരും അനന്തുവിന് അന്തിമോപചാരം അർപ്പിച്ചു. വീട്ടിലെ പൊതുദർശനവും സങ്കടക്കടലായി. മന്ത്രിമാരായ V. ശിവൻകുട്ടി, GR അനിൽ തുടങ്ങിയവരും അന്തിമോപചാരമർപ്പിക്കാനെത്തി. നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. അനന്തുവിന്റെ കുടുംബത്തെയും സഹായിക്കുന്നതിന് വേണ്ടി അദാനി കമ്പനി തന്നെ തയ്യാറാവണം. നല്ല സഹായം അവർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റിനെ കൊണ്ട് എന്തൊക്കെ സഹായം ചെയ്യാൻ കഴിയുന്ന സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കും.
സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നടപടി ഉറപ്പെന്നും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ 24-നോട് പറഞ്ഞു. ഈ ജീവൻ പോകുമ്പോൾ മാത്രമാണ് എല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നുണ്ട്, എന്നോട് ദേഷ്യം തോന്നരുത്. ഒരു ജീവൻ പോകുമ്പോൾ നിങ്ങളെല്ലാവരും പ്രതിഷേധിക്കാറുണ്ട്, സമരം ചെയ്യാറുണ്ട്. ആ ജീവൻ പോകാതിരിക്കാനുള്ള നടപടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും എന്നെ ആക്രമിക്കുന്നതിനാണെന്ന് എനിക്ക് പറയുന്നത്. ആ റിപ്പോർട്ട് ആവശ്യമുണ്ട്, നാളെ കിട്ടും. അതിനകത്ത് നിയമപരമായ എല്ലാ നടപടിയും സ്വീകരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള പരിപാടികളാണ് നമ്മൾ നോക്കേണ്ടത്. കർശന നടപടി വേണമെന്ന് ശശി തരൂർ MP ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തുറമുഖ കവാടത്തിൽ പ്രതിഷേധം നടന്നു. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. 24 തിരുവനന്തപുരം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടെങ്കിലേ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം നിഷ്പക്ഷമാകൂ എന്ന വാദം അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. നിയമം ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ കേന്ദ്രം വിശദീകരിച്ചു. ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും കേന്ദ്രം ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയെ കേന്ദ്രം മറികടന്നത് നിയമനിർമ്മാണത്തിലൂടെയായിരുന്നു. ചീഫ് ജസ്റ്റിസിന് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രി എന്ന് വ്യവസ്ഥ ഭേദഗതി ചെയ്തു. ഇത് ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജികളിലാണ് കേന്ദ്രത്തിന്റെ മറുപടി സത്യവാങ്മൂലം. ചീഫ് ജസ്റ്റിസ് ഉണ്ടായാൽ മാത്രമേ സമിതി നിഷ്പക്ഷമാകൂ എന്ന വാദത്തെ കേന്ദ്രം വിമർശിക്കുന്നു. പാർലമെന്റിന് നിയമം നിർമ്മിക്കാനും അത് ഭേദഗതി ചെയ്യാനും അവകാശമുണ്ട്. സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഹർജികളിൽ നിക്ഷിപ്ത രാഷ്ട്രീയ താൽപര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ഒരു വിധത്തിലുള്ള വീഴ്ചയും നിയമഭേദഗതിയിൽ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം കൂടുതൽ സുതാര്യമാക്കി മാറ്റുകയാണ് പാർലമെന്റ് നിയമനിർമ്മാണത്തിലൂടെ ചെയ്തതെന്നും കേന്ദ്രം സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോഴാണ് മറുപടി സത്യവാങ്മൂലം നൽകാൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. കേസിൽ ഇടക്കാല ഉത്തരവിലൂടെ നിയമനിർമ്മാണം സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിക്കുകയും ചെയ്തിരുന്നു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. പേരാമ്പ്ര അനു കൊലക്കേസിൽ പ്രതി മുജീബ് റഹ്മാൻ കവർന്ന താലിമാലയും മോതിരവും കണ്ടെത്താനാകാതെ പോലീസ്. മുജീബിനെ കൊണ്ടോട്ടിയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തെങ്കിലും ഫലമുണ്ടായില്ല. കൊടും ക്രിമിനലായ മുജീബ് റഹ്മാൻ കൊലപാതകം നടത്തിയ ശേഷം എങ്ങനെയാണോ തിരിച്ച് വീട്ടിലെത്തിയത് അതേ രീതിയിലാണ് പോലീസ് പ്രതിയുമായി തെളിവെടുപ്പിനെത്തിയത്. മുജീബ് റഹ്മാന്റെ വീട്ടിൽ പോലീസ് വിശദമായി പരിശോധന നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനായില്ല. മരിച്ച അനുവിന്റെ താലിമാലയും മോതിരവുമാണ് കണ്ടെത്താനുള്ളത്. എന്നാൽ ഇത് രണ്ടും താൻ കണ്ടിട്ടില്ലെന്ന നിലപാടിലാണ് പ്രതി. അതിനിടെ സ്ഥിരം കുറ്റവാളിയായ മുജീബിന്റെ മുൻകാല കേസുകളിലെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇയാളെ നിരീക്ഷിക്കുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ നീക്കം. കൃത്യം നടന്ന സ്ഥലത്ത് നാളെ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. 24 മലപ്പുറം. സംസ്ഥാനത്ത് നാളെ മുതൽ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ 10 ജില്ലകളിലും മറ്റന്നാൾ 12 ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. അതേസമയം സംസ്ഥാനത്ത് താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോട്ടയത്ത് LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനോടൊപ്പം വേദി പങ്കിട്ട ഭാരവാഹിക്കെതിരെ കൂടുതൽ നടപടിയുമായി NSS. മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് CP ചന്ദ്രൻ നായരെ ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കി. കൊച്ചി കളമശ്ശേരിയിൽ നടുറോഡിൽ ഭർത്താവ് ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. എറണാകുളം കോമ്പാറ സ്വദേശി അഷൽ പിടിയിൽ.
തിരുവനന്തപുരം കാട്ടാക്കടയിൽ RSS പ്രവർത്തകനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് നിഗമനം. ആലപ്പുഴ പുറക്കാട് കടൽ ഉൾവലിഞ്ഞ തീരം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. എന്നാൽ സമീപ പ്രദേശങ്ങളിൽ കടലാക്രമണം ശക്തമായി. മാങ്കുളം പേമരം വളവിൽ 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹനാപകടത്തിന് കാരണം ഡ്രൈവറുടെ പരിചയക്കുറവും അമിത വേഗവുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.